ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുള്ള കിട്ടും. ഒരു പൈസയും കൊടുക്കാണ്ട് നിങ്ങൾക്ക് വാഗണർ എടുക്കാം. കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ കിട്ടും. സെഡാനിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചീറ്റപ്പുലിയാണ് ഷെവർലെ ക്രൂസ് KL11 കോഴിക്കോട്. ചീറ്റപ്പലി ചോറ് കൊണ്ടുവന്നെ പെട്ട് തിന്നോളി. ഇത്രയും വൃത്തിയാക്കണ്ട. ഇതൊക്കെ ആദ്യം വരുന്നവർക്ക് കിട്ടുന്ന സാധനമാണ്. ഒരുപാട് ബാർഗൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ വിലക്ക് ഒരു സെഡാൻ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഡീസൽ വണ്ടി എടുക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞുതരാം, മെയിൻ്റെനൻസ് നമ്മൾ കാണണം. എങ്ങനെയായാലും നിങ്ങൾ ഏടുന്ന വണ്ടി കംപ്ലൈന്റ് ഇല്ലാത്തതാണെങ്കിലോ കംപ്ലൈന്റ് അവർ ചെക്ക് ചെയ്തെടുത്താൽ തരാം. അതന്നെ, ചെക്ക് ചെയ്ത് എടുക്കുന്ന മാത്രമല്ല, നിങ്ങളിപ്പോൾ വണ്ടി കംപ്ലൈന്റ് ഇല്ലാണ്ട് എടുത്തെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ ഒരു 10,000-20,000 കിലോമീറ്റർ ഓടി തുടങ്ങിയാൽ വണ്ടിക്ക് മെയിൻ്റെനൻസ് വരും. അതിൻ്റെതായ മെയിൻ്റെനൻസ് ഡീസൽ വണ്ടിക്ക് വരും. അത് കണ്ടിട്ടേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. മൂപ്പര് വേറെ സ്ഥലത്ത് നിന്ന് എടുത്താണ്, ഇവിടുന്നല്ല വേറെ ഇടുന്ന എടുത്താണ്. പക്ഷെ നല്ല വണ്ടിയാണ്. അങ്ങനല്ല, വണ്ടിയെ പറ്റി പറയുന്നല്ലേ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കയറിപ്പോരി KS കാസിലേക്ക്, ടീം ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അങ്ങനത്തെ വണ്ടികളുണ്ടാവില്ലേ കൊടുക്കാൻ പറ്റിയ? എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ബസ്സിനോടി വഴി ഊട്ടിക്ക് പോകാൻ. എല്ലാ വണ്ടിയും അങ്ങോട്ട് പോയിക്കോട്ടെ. അമ്മാര് വിലപ്പാതെ നമുക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ 2024 നമ്മളെ ഫസ്റ്റ് വീഡിയോ അല്ലേ ഇത്? 24 ഫസ്റ്റല്ലേ? ഫസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ്. തറയിട്ടാൽ പോകുന്ന വഴി കുമ്മണിപ്പുറം അല്ലേ? ഓക്കെ. അപ്പോൾ KS കാസ് ഷോറൂമിൻ്റെ പേര്, കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. വാട്സപ്പിൽ ആയി വിട്ടാൽ ലിങ്കും വരും, ലൊക്കേഷനും വരും, എല്ലാം വരും. ഓക്കെ. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ബാക്കി ഓരോന്നായിട്ട് നമുക്ക് പേടിയുള്ളവരുണ്ട്, അതിനടുത്തുള്ള പണി ഉണ്ട്. ഫോണിൽ കൊണ്ട് തന്നെ ഈ സാധനം വരുന്നുണ്ട്. പുള്ളി കെട്ടിയ സാധനം കണ്ടല്ലോ ഇവിടെ, നിങ്ങൾ പേടി കെട്ടിയാറിനെ. അയ്യോ. ഓക്കെ. അപ്പോൾ എങ്ങനത്തെ സെഗ്മെന്റാ? എല്ലാം കാണിക്കണ്ടോ? 7 സീറ്റർ ഒക്കെ ഉണ്ടോ? ഓക്കെ. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. എന്തായി KS കാസിൻ്റെ എന്താണ് ഇൻസ്റ്റാ റീൽ ഇതൊക്കെ പോകുന്നുണ്ടോ? അത് സംഭവം എനിക്കറിയില്ല. അറിയില്ല, ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം XUV തന്നെ തുടങ്ങാം. 7 സീറ്റർ ആണ്. KL71 രജിസ്ട്രേഷൻ. നിലമ്പൂരല്ലേ 71? അതെ. എങ്ങനെ എഡിറ്റ് മാറ്റണമെങ്കിൽ നമുക്ക് അപേക്ഷ കൊടുക്കാം. പിന്നെ 2012 W8 ടോപ്പ് എൻഡ്, ഏറ്റവും ടോപ്പ്. ഓക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഫ്രീയാണെന്നുള്ള ഇതുള്ളൂ, പക്ഷെ കണ്ടാ പറയില്ല. ഓടിച്ചാ തീരെ പറയില്ല. അമ്മാരി വണ്ടിയാണ്. 2012 W8 ഏറ്റവും ടോപ്പിനാണ് വരിക. ഇതിൽ അതായത് സൺറൂഫ് വരില്ല, ബാക്കി എയർ ബാഗ് കാര്യങ്ങളൊക്കെ സേഫ്റ്റി വൈസും എല്ലാം. 1,45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. പക്ഷെ വണ്ടി പക്കയാണ്. മീറ്ററിൽ കാണുന്നത് നമ്മൾ ഏകദേശം കറക്റ്റാണ് പറഞ്ഞത്. കൊണ്ടുവന്ന ടീം അല്ല, ക്ലെയിം ഒന്നും ഇല്ലല്ലോ, ഒന്നും ക്ലീൻ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ചെറിയ വർക്ക് എന്തായാലും ഉണ്ടാവും. ചെയ്യേണ്ടല്ല, വർക്കുകളൊക്കെ തീർക്കണം. എല്ലാം തീർത്തിട്ടുണ്ട്. എത്ര കൊടുക്കാം? ഇത് 4,30,000. 4,30,000 രൂപ. കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. 2012 W8 ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. 4,30,000 നിങ്ങൾക്ക്. ഇനി നിങ്ങൾ ഒരു ടാക്സ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല, എല്ലാം മാറി കഴിഞ്ഞു. ലോണും കിട്ടും, 3 ലാഖിൻ്റെ ലോണും കിട്ടുന്നുണ്ട്. ഓക്കെ. 1,30,000 കണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു നല്ല 7 സീറ്റർ വാഹനം. വരാം, ഓടിച്ചു നോക്കാം. അടുത്ത് തന്നെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓടിച്ചു നോക്കാൻ എളുപ്പം, ഫ്രണ്ടിൽ തന്നെ വെച്ചോണ്ടേ പെട്ടെന്ന് ഇറക്കി ബാക്കിലൊക്കെയാണ് പെട്ടുവരെ. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. മാക്സിമം ലോണും കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. മൈലേജ് 10 മുതൽ 12 വരെയൊക്കെ കണ്ടാവും. ഒരുപാട് വണ്ടി ചെയ്യാണ്ട് എങ്ങനെ ദീർഘിപ്പിക്കല്ലേ പോലെ. സ്വിഫ്റ്റ് ആണ്. KL13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള സ്വിഫ്റ്റ്. പറഞ്ഞോളൂ. എന്നാലും നമ്മൾ ആ ചെറിയ വില ഷിഫ്റ്റ് ഇട്ട് എന്നും ആൾക്കാർ ചോദിക്കലുണ്ട്. 1.5 താഴെയുള്ള ഷിഫ്റ്റ് ഉണ്ടോ? എത്രയുണ്ട്? 1.5 ലക്ഷം റുപ്യന്റെ താഴെ. ഓക്കെ. നേരിട്ട് 2 ലക്ഷത്തിന് വിൽക്കണം. പക്ഷെ ആൾക്കാർ ഇത് മാനിച്ചിട്ട് ഞാൻ 1.5 താഴാക്കിയാണ്. ആയിക്കോട്ടെ. ആദ്യം വില വയ്ക്കി 1.40. ആയിക്കോട്ടെ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ 2006 പെട്രോള്. 2006 പെട്രോൾ അല്ലേ? ഈ പേപ്പർ ഇപ്പോൾ പേപ്പർ 26 വരെ ഉണ്ട്. 21 എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഓക്കെ. VXI. ഓക്കെ. 1.45 ജെന്യൂൻ കിലോമീറ്ററാണ്. ഓട്ടോ ഉണ്ട്. അപ്പോൾ 26 വരെ നിലവിൽ പേപ്പർ ഉണ്ട്. 1,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പെട്രോൾ സ്വിഫ്റ്റ് എടുക്കാം. പെട്രോൾ ആയതുകൊണ്ട് വേറെ മേജറായിട്ടുള്ള പണികളൊന്നും വരത്തില്ല. ഒരു 15 വരെയൊക്കെ മൈലേജ് കിട്ടും അല്ലേ പഴയ ജില്ല. ഓക്കെ. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റാണ്, കാണാൻ നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി. ആദ്യം വിലക്ക് കിട്ടും. അങ്ങനെയാണല്ലേ? ഓക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, ലേറ്റ് ആക്കണ്ട. ലോണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ? ഒരു ചാൻസ് കിട്ടൂല, കിട്ടുമ്പോൾ വാങ്ങണമെന്നാണ്. അല്ല അതല്ല, അതൊക്കെ ലോൺ കിട്ടുമോ? അത് തോന്നുമ്പോൾ കിട്ടൂല. അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം.
ഒരു സെഡാൻ വണ്ടി വന്നു. ഫോർഡ് ഫിയസ്റ്റ ആണ്, KL10 മലപ്പുറം രജിസ്ട്രേഷൻ അല്ലേ? നമ്മളിപ്പോൾ നേരത്തെ മൈലേജ് ഇല്ലാത്ത വണ്ടി കാണിച്ചു. ഇത് മൈലേജ് 20-ന് മേലെ കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ ഡീസലാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 2028 3-ാം മാസം വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, പുതിയ പേപ്പർ അല്ലേ? 2007 മോഡലാണ് കേട്ടോ. 1,25,000 രൂപ. 1,25,000 നല്ലൊരു എല്ലാം കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞതാണ്. റേറ്റ് കൂടുതൽ കുറച്ച് ചോദിക്കുക. ഇത് ഫൈനൽ റേറ്റ് ആണ് ഇത്. ഓക്കെ, ഏകദേശം മുട്ടിച്ച റേറ്റ് തന്നെയാണ്, ഫൈനലാണ്. 1,25,000 രൂപയ്ക്ക് 2028 വരെ പേപ്പറുള്ള ഫോർഡ് ഫിയസ്റ്റ ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാണ്. ഇത് വണ്ടി എടുക്കുന്നവർക്ക് വർക്കുകളൊന്നുമില്ല, ഒന്നുമില്ല. ഒരു വർക്കും റണ്ണിംഗ് ഒക്കെ സ്മൂത്ത് അല്ലേ? അടിപൊളിയാണ്. എഞ്ചിൻ AC ഒക്കെ ഉണ്ടല്ലോ, നോസിലടി അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. ഇല്ല, AC ഒക്കെ നല്ല കൂളിംഗല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ചെറിയ വിലയ്ക്ക് ഒരു സെഡാൻ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഡീസൽ വണ്ടി എടുക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞുതരാം, മെയിൻ്റനൻസ് നമ്മൾ കാണണം. എങ്ങനെയായാലും നിങ്ങൾ ഏടുന്ന വണ്ടി കംപ്ലൈന്റ് ഇല്ലാത്തതാണെങ്കിലോ കംപ്ലൈന്റ് ചെക്ക് ചെയ്തെടുത്താൽ തരാം. അതന്നെ, ചെക്ക് ചെയ്ത് എടുക്കുന്ന മാത്രമല്ല, നിങ്ങളിപ്പോൾ വണ്ടി കംപ്ലൈന്റ് ഇല്ലാണ്ട് എടുത്തെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ ഒരു 10,000-20,000 കിലോമീറ്റർ ഓടി തുടങ്ങിയാൽ വണ്ടിക്ക് മെയിൻ്റനൻസ് വരും. അതിൻ്റെതായ മെയിൻ്റനൻസ് ഡീസൽ വണ്ടിക്ക് വരും. അത് കണ്ടിട്ടേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. പലർക്കും അതിനെ പറ്റിയൊരു ധാരണയില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. ചെറിയ വില നിൽക്കുമ്പോൾ ഈ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും ധാരണ വരും. അങ്ങനെയല്ല, കാണുന്നവർക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടിക്കോട്ടെ, അതിനോട് പറഞ്ഞ വേറൊന്നുമില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്കോ. വെയിൽ മാറി, കണ്ണട മാറ്റി. KL55 രജിസ്ട്രേഷൻ നിസാൻ ഇവാലിയാണ്. 7 സീറ്റർ വാഹനം വേണ്ട ടൈപ്പാണ്. പറഞ്ഞോളൂ. മൈലേജ് ഉള്ള 7 സീറ്റർ വാഹനം വേണ്ടവർക്ക് എടുക്കും. ഡീസൽ അല്ലേ? ഓക്കെ. പിന്നെ ഇത് 7+1 ആണ് സീറ്റ്. 8 സീറ്റ് ഉണ്ട്. 2013 സിംഗിൾ ഓണർ കേട്ടോ. 18 ഒക്കെ മൈലേജ് എന്തായാലും കിട്ടും, പക്കാ കിട്ടും. കാരണം മൈക്രോയിലൊക്കെ വരുന്ന സെയിം സണ്ടിയിൽ വരുന്ന എഞ്ചിനല്ലേ വരുന്നത്. 3,10,000. 3,10,000 2013 ഡീസൽ നിസാൻ ഇവാലിയ 8 സീറ്റർ സ്വന്തമാക്കാം. സിംഗിൾ ഓണർ കൂടി കൂടി ബൂസ്റ്റ് ചെയ്യും. സിംഗിൾ ഓണർ കൂടിയാണ് അല്ലേ? റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ? ഒന്നുമല്ലല്ലോ. ഓക്കെ, ടയേഴ്സ് കുറച്ച് കുറവുണ്ട്, അത് നമ്മൾ മാറ്റി കൊടുക്കണം. ടയറിന്റെ കട ഉണ്ട്, അവിടെ പോയാൽ മതി. അല്ല, നിങ്ങളോട് മാറ്റാനല്ല പറഞ്ഞത്, നമ്മൾ മാറ്റണമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലോണ് കയറും. ലോണ് 2-2.5 കിട്ടുന്നുണ്ടല്ലേ ഇപ്പോഴും? 2 എന്തായാലും കൊടുക്കാം. മോഡൽ നിർത്തിയാണ്, എന്നാൽ കൂടെ സെയിം എഞ്ചിനൊക്കെ ആയതുകൊണ്ട് പാർട്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട, കമ്പനിയുണ്ട് നിസാൻ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. വീണ്ടും ഒരു നിലമ്പൂർ രജിസ്ട്രേഷൻ വാഹനം. KL71 രജിസ്ട്രേഷനുള്ള റിറ്റ്സ് ആണ്. കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് നമ്മൾ നിലമ്പൂരായിരുന്നു. അങ്ങനെ ഡീസലാ? ഡീസല്. ഓക്കെ, പറഞ്ഞോളൂ. 2014 85 ഓടിയത്. ഓക്കെ, 3rd ഓണർഷിപ്പിലുള്ളത്. വീഡിയോ 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. പറഞ്ഞോളൂ, എന്താ തളം പിടിച്ചത്? പിന്നെ അവിടുന്ന് പോരുമ്പോൾ ചെറിയ മഞ്ഞിന്റെ പ്രശ്നം, ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാറിയില്ല, മഞ്ചേരിന്ന് മാറ്റിയിട്ട് പോകുന്ന കാണാത്തോണ്ടാ? കോട കൊണ്ടിട്ടേ കാണാത്തോണ്ട് മാറ്റിയാണ്. ഓക്കെ, വേറെ ഒന്നും മാറിയില്ലല്ലോ? ഇല്ല, ഇവിടെ ഒന്നും മാറിയില്ല. ഗ്ലാസ് മാത്രം മാറി. ആക്സിഡന്റ് അല്ലാതെ മനസ്സിലായില്ലേ? പിന്നെ ഇതിന് നമ്മൾ ചോദിക്കുന്നത് 3,60,000. ഓക്കെ, 2014 പറഞ്ഞേ? 2014 3,60,000 VDI റിറ്റ്സ് ആണ്. 85,000 ഓട്ടം. ഓക്കെ, നല്ല മൈലേജ് ഉണ്ടാവും. ലോൺ എത്ര കയറും? 2-2.5 കൊടുക്കാം. അത്രയും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. സെഡാനിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചീറ്റപ്പുലിയാണ്. ഷെവർലെ ക്രൂസ് KL11 കോഴിക്കോട്. ചീത്തപ്പേരല്ല, ചീറ്റപ്പുലി. പറഞ്ഞോളൂ, എങ്ങനെയാ ഡീറ്റെയിൽ? 2010 LTZ ഡീസൽ. 3ാമത്തെ ഓണർ 97 ഓടി. 97,000 ഓടി ഉണ്ട് അല്ലേ? ഓക്കെ, LTZ ആണ്. മറ്റേ സംഭവമൊക്കെ നിങ്ങൾ നാളെ മേളിൽ നമ്മളെ സൺറൂഫ് ഉണ്ട്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. നല്ല പവർ ആയിരിക്കും, നല്ല വലിയ. 2015 11 ഓട്ടോമാറ്റിക്, മാനുവലാണ്. ഓട്ടോമാറ്റിക് ഇന്ന് വരും. അപ്പോൾ ഓട്ടോമാറ്റിക് താല്പര്യമുള്ള അതും കോൺടാക്ട് ചെയ്യാം. ക്രൂസ് ഇങ്ങനത്തെ കുറച്ച് റയർ വണ്ടികൾ എപ്പോൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ലാൻസർ ഇപ്പം ഇല്ലേ? ലാൻസർ കുറെ കണ്ടിട്ട്. ലാൻസർ വന്നിട്ടുണ്ട്, നാളെ വരുന്നുണ്ട്. ആരാധകരുണ്ട് കേട്ടോ ഇപ്പോഴും. അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാത്? ഇത് 2,60,000. 2,60,000. മോഡൽ ഏതാന്ന് പറഞ്ഞാൽ 2010. ഓക്കെ, പേപ്പർ കഴിയാനായില്ലല്ലോ. ആരോട് പറയണ്ട, ലോൺ കിട്ടൂല. എനക്കറിയാം, ഞാനോട് പറയില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതൊരു ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു വാഗണറാണ്. സാധ്യത കിട്ടും. ഒന്നും തരണ്ട, ഉറപ്പാണ്. അപ്പൊ KL45 രജിസ്ട്രേഷൻ വാഗണർ. പറഞ്ഞോളൂ. 2018 സെക്കൻഡ് ഓണർ. എന്താ 4 ലക്ഷം റുപ്യ, 390. 2018 സെക്കൻഡ് ഓണർ, 390. ഏതാ ഓപ്ഷൻ? എത്ര ഓടി? എല്ലാം ഒന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ എഴുതി വെച്ചിന്? ബബട്ട ഓട്ടം കാണില്ല. 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 71,000 2018 വാഗണറാണ്. ഓക്കെ, AC പവർ സ്റ്റാറിങ്,
പവർ വിൻഡോ ഉണ്ടാവും. പവർ വിൻഡോ 2 ഡോറിലുണ്ടാവും, ഫ്രണ്ടിലുണ്ടാവും. ഫ്രണ്ട് മതിയല്ലേ, ബാക്കിലെ ആൾക്കാർ കയറുമോ? കയറുന്നവരെന്താക്കും? പവറിലുള്ള വിൻഡോ ഉണ്ടോ? തിരിച്ചാൽ മതി. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ 390 ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുള്ള കിട്ടും. ഒരു പൈസ കൊടുക്കാണ്ട് നിങ്ങൾക്ക് വാഗണർ എടുക്കാം. കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വാഗണർ ഫസ്റ്റ് ഷേപ്പാണ്, ആദ്യ ഷേപ്പ് വാഗണറാണ്. ഇപ്പോൾ ഷേപ്പ് ഡിമാൻഡ് ഇപ്പൊ കുറച്ച് ഷേപ്പ് മാറി കിടക്കുന്നവരുണ്ടല്ലോ. KL11 രജിസ്ട്രേഷനാണ്. സെക്കൻഡ് ചാവി, സെക്കൻഡ് ഓണർ, AC വർക്കിംഗ്, പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ എല്ലാം ഉണ്ട്. വില എത്രയാ? 85 രൂപ. 85,000 മോഡല് 2005 പേപ്പർ. ഇപ്പോൾ 22 എടുത്തിട്ടുണ്ടാവും. 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ 23 എടുത്തത്. ഓക്കെ 28 വരെ പേപ്പറുള്ള വാഗണറാണ്. ഒന്ന് മിനിക്ക് വെച്ചിട്ടൊക്കെ ഉണ്ട്. മിനിക്കല് അല്ല, എത്ര കൊടുക്കാം? 85,000 രൂപ. കിളി വേണി റേറ്റ് പറഞ്ഞു ശ്രദ്ധിച്ചില്ല. 85,000 2028 വരെ പേപ്പറുള്ള വാഗണറാണ്. ഫസ്റ്റ് ഷേപ്പ്, പഴയ ഷേപ്പാണ്. ലോൺ കിട്ടില്ല കേട്ടോ, അതറിയാലോ. അടുത്ത വണ്ടിയിലേക്ക് വന്നത് നാനോ ആണ്. 58 രജിസ്ട്രേഷൻ, 2013 മോഡല്. AC പവർ വിൻഡോ വരുന്ന വേരിയന്റ് ആണ്. അലോയ് വീൽ ഉണ്ട്. ഓക്കെ, ഗ്ലാസിന് ക്രാക്ക് ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണല്ലേ? ക്രാക്കോ? ഓക്കെ, 55,000 കിലോമീറ്റർ ആണ് മീറ്ററിൽ കാണിക്കുന്നത്. റേറ്റ് 65,000 ആണ് ചോദിക്കുന്നത്. 2013 വണ്ടിക്ക് 65,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അലോയ് വീലുള്ള നാനോ. എന്താ രണ്ട് കളറ്? ഇതോ ബോണറ്റും ബോഡിയും വേറെ വേറെ കളറ്. ഇത് ഇതിന്റെ ഓണറേ ഈ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തി പോണ ആളാണ്. അപ്പോൾ വരുമ്പോൾ ഒരുപാട് നാനോ ഒരേമാതിരി കണ്ടിട്ട് ഇയാൾക്ക് എപ്പോഴും മാറാം. അപ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്താൽ ഇത് മാത്രം കളർ മാറ്റി അടിച്ച് ഇവിടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ടില്ലേ. നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ ഇയാൾ പൊട്ടിച്ചാണല്ലോ, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മളെ പറയണേ ഇത് റീപ്ലേസ് അല്ലേ? എന്നാ പിന്നെ മര്യാദക്കുള്ള കളർ അടിച്ചാൽ പോരെ. 65 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഇത് ഗോൾഡ് കവർ ചെയ്ത് തരാം. അപ്പോൾ ഡ്യുവൽ ടോൺ നാനോ അല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ? ഡ്യുവൽ ടോൺ നാനോ ആണ്. റീപ്ലേസ് ഉണ്ട് ബോണറ്റ്. ഓക്കെ, 65,000 രൂപയ്ക്ക് 2013 നാനോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വർക്ക് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് നോക്കാം അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു 7 സീറ്റർ വന്നിരിക്കുന്നു. ഡാറ്റ്സൺ ഗോ പ്ലസ് ആണ് വണ്ടി. KL54 പൊന്നാനി. 2015 സിംഗിൾ ഓണർ, 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 46,000 മാത്രമല്ല, ജെന്യൂൻ കിലോമീറ്റർ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നല്ല സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിച്ച് പിന്നെ പവർ വിൻഡോ വരുന്ന ഓപ്ഷൻ അല്ലേ ഇത്? കാണുന്നില്ല, ആ T ആണല്ലേ? ഓക്കെ, 7 സീറ്റർ എന്ന് വെച്ചാൽ ഒരു ഫുൾ 7 സീറ്റർ അല്ല. പുറകിൽ വെച്ചാൽ കേരളാണല്ലോ 7 സീറ്റർ ഉദ്ദേശിക്കുന്നത്. വലിയ ആളുകൾക്കൊന്നും കയറിക്കൊള്ളാന്ന് പറഞ്ഞത്, വലിയ ഹൈറ്റുള്ള ആൾക്കാർക്കൊന്നും അത് പറഞ്ഞത് വേറൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. പെട്രോൾ ആണ്. ഒരു പറയാൻ തോന്നുന്നുണ്ട് 15-16 റേഞ്ച് മൈലേജ് ഉണ്ടാവും. എന്താ പറയാൻ തോന്നുന്നു? പറഞ്ഞില്ല. പ്രൈസ് 2,40,000. 2,40,000 രൂപ ലോണോ? 2 ലക്ഷം രൂപയ്ക്ക് ലോൺ കൊടുക്കും, കിട്ടുകയും ചെയ്യും അല്ലേ? അപ്പോൾ 40,000 ഒരു 7 സീറ്റർ ഇറക്കാം. നല്ല നീറ്റ് വണ്ടിയാണ്, എക്സ്ട്രാ നീറ്റ് അറിയും. അങ്ങനൊക്കെ ഉണ്ടല്ലേ? ആയിക്കോട്ടെ, ശരി എന്നാ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ആൾട്ടോ, പഴയ ഷേപ്പ് ആൾട്ടോ ആണ്. KL56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനം. നീറ്റാണ് കണ്ടത്. ഷേപ്പ് എന്ന് പറഞ്ഞത് എനിക്ക് ചടച്ചു. ഇത്ര നീറ്റുള്ള വണ്ടി ആ വാക്കോട് ഉപയോഗിക്കാൻ അങ്ങനെയല്ല, പഴയ ഷേപ്പ് വെച്ചാൽ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരുപാട്. പറഞ്ഞോളൂ, എങ്ങനെയാ ഇത്? 2010 സെക്കൻഡ് ഓണർ, 60 സംതിങ് ഓടിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ, എക്സ്ട്രാ നീറ്റ് വണ്ടി. ഒന്നും ചെയ്യേണ്ട, അത്യാവശ്യം ഫുൾ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, പുതിയ ഇൻഷുറൻസും ഉണ്ട്. ഓക്കെ, അടിപൊളി. നീറ്റ് ഒരു ആൾട്ടോ. പെട്രോൾ അടിച്ച് ഓടിയാൽ മതി. ഇനി ഇതിന്റെ പ്രൈസും കൂടെ പറഞ്ഞോളൂ. പ്രൈസ് 1,35. 1,35,000. നമ്മളിപ്പോൾ പറയുന്ന പ്രൈസ് ചില വണ്ടിക്ക് മുട്ടിച്ചിട്ട് ഇതിപ്പോ മുട്ടിച്ചിട്ട് നേരത്തെ ചോദിച്ചു കണ്ടില്ല. ഇവിടെ ഇപ്പോൾ വീഡിയോക്ക് വേണ്ടി ഫസ്റ്റ് കുറക്കണത്. ഓക്കെ, അതാണ് ചോദിച്ചത്. ഓക്കെ, 2010 1,35 ലോണ് കിട്ടത്തില്ലല്ലോ. ആര് പറഞ്ഞു? 80 രൂപ ലോൺ എടുക്കാം. ചെയ്യാം, എടുക്കണ്ട കേട്ടോ. കാരണം 80 എടുത്താൽ പിന്നെ നഷ്ടമായിരിക്കും. എന്തിനാ വെറുതെ 80 പലിശ കൊടുക്കുന്നത്? ഞാൻ ആര് ലോൺ നിങ്ങൾ പറഞ്ഞത് നിർബന്ധിക്കുന്നില്ല. അതാ നിർബന്ധിക്കുന്നില്ല, ഞാനും നിർബന്ധിക്കുന്നില്ല. അത്രേ ഉള്ളൂ. പിന്നെ ആഗ്രഹം കൊണ്ട് എടുക്കേണ്ടവർക്ക് കിട്ടും. എല്ലാവരും ഫുൾ ലോൺ 10 രൂപയ്ക്ക് വണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊടുക്കാന്ന് മാത്രല്ലേ? അങ്ങനല്ല, ഇപ്പൊ എടുക്കാൻ പൈസക്ക് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ പിന്നെ അടച്ചു തീർക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവർ ആർക്കെങ്കിലും പൈസ സംബന്ധമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വണ്ടിയിലേക്ക് പോവാം. ഓക്കെ, സെലറിയോ KL10 വണ്ടിയാണ്.
പറഞ്ഞോളൂ. ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ 69,000 ഓടിയത് മോഡൽ VXi മോഡൽ 14 പറഞ്ഞിട്ടില്ല. സമ്മതിക്കില്ല. 2014 VXi ഓട്ടോമാറ്റിക്. ഇതിന് രാവിലെ 8 മണിന്റെ മുന്നേ വിളിക്കണം. ഓക്കെ, എത്ര കൊടുക്കാം? 340. സെലേരി തന്നെ വേറെ നടക്കണേ, ബാക്കിൽ ഉണ്ട്, ഉണ്ട്, ഓട്ടോമാറ്റിക് കൊണ്ട് മാനുവൽ ഉണ്ട് വേറെ കേട്ടോ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ കാറ്റലോഗിലുണ്ട്. കാറ്റലോഗ് കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാം. മാനുവൽ അത് ഇതിൽ മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. ഇതിപ്പോ നമ്മൾ കാണിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർ കേട്ടോ. ഓക്കെ, നോർമൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 2016 VXi ഓട്ടോമാറ്റിക് വാഹനം 3,40,000. സോറി 14 മാറിപ്പോയതാണ്. 14 ഓട്ടോമാറ്റിക് വാഹനം 3,40,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 16 പൊട്ടിച്ചത്. 16 പൊട്ടിച്ചത്. പിന്നെ ഇത് ഓർമ്മ മരുന്നുണ്ട്. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് 2-3 വരെ ചെയ്യാം കേട്ടോ. 3 എന്തായാലും നോക്കാം നമുക്ക്. എന്നാ പോലെ മറ്റാ മരുന്ന് കഴിക്കുന്നതല്ല ഞങ്ങളെ. ഹോണ്ട അമേസ് ആണ്, നല്ലൊരു നീറ്റ് അമേസ് KL 58 തലശ്ശേരി വണ്ടിയാണ്. നിങ്ങൾ ഈ അമേസ് കണ്ടപ്പോഴാണ് നിങ്ങളെ അമേസ് ആ കിണറ്റിടാൻ തോന്നുന്നത്, എനിക്ക് ആ പൊട്ടക്കിണറ്റിൽ ഇടാൻ തോന്നുന്നത്. അത്രയും നീറ്റ് വണ്ടി നിങ്ങളെ വണ്ടി കൂടെ കമ്പയർ ചെയ്യുമ്പോഴേ ഒരു സാധനം വരേണ്ട നിങ്ങളെ വണ്ടിയെ കുറ്റം പറയുന്നോ? നന്നാക്കിയാൽ മതിയല്ലോ. എന്താ നന്നാക്കാൻ? അതിലൊന്നുമില്ല നന്നാക്കാൻ. 2014 സിംഗിൾ ഓണർ 90,000 കിലോമീറ്റർ, എക്സ്ട്രാ നീറ്റ് വണ്ടി. പെട്രോൾ ഡീസലോ? ഡീസൽ. ലിവർ പൊക്കിയാലേ തുറക്കാൻ പറ്റും. അതിൽ ബോണ്ട് തുറന്നു ആണെങ്കിൽ ചോറ് കൊണ്ടുവന്നെ പെട്ട് തിന്നോളി. ഇത്രയും വൃത്തിയാക്കണ്ട. ഇതൊക്കെ ആദ്യം വരുന്നവർക്ക് കിട്ടുന്ന സാധനമാണ്. ഒരുപാട് ബാർഗൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറിജിനാലിറ്റി കണ്ട് 4 പുത്തൻ ടയർ അലൈസ് ചെയ്തിട്ടുണ്ട്. നല്ല നേരെ പമ്പ് പോവാ, ഡീസൽ അടിക്കാൻ ഓടുക, എടുത്ത ഒന്നും ചെയ്യാനില്ല ശരിക്കും പറഞ്ഞാല്. ഓക്കെ, 2014 വാഹനം 4 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം. 4.30 വണ്ടി റേറ്റ്. 30,000 രൂപയ്ക്ക് 2014 ഡീസൽ അമേസ് മിഡിൽ ഓപ്ഷൻ S ആണ് വരുന്നത്. AC പോസ്റ്റർ, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഒക്കെ വരും. ഫുൾ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്താൽ സീറ്റൊക്കെ ക്ലിയർ ആയിട്ട് കാണിക്കണേ. 4 സൈഡും വണ്ടി കൊണ്ടിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ കാണിക്കും? ഒരു ഫോട്ടോഗ്രാഫർ വേറെ കൊണ്ടുവരാം. വേണ്ട, വണ്ടി ഒന്ന് മാറ്റി തന്നാൽ മതി, എന്നാൽ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നല്ല മൈലേജ് ഉണ്ടാവും. 20 അബോ മൈലേജും കിട്ടുന്നുണ്ട്. 25 കിലോമീറ്റർ ഡീസലിന് കിട്ടും. പെട്രോളിന്റെ മാതിരി 8-10 കിട്ടാം. 25 കിലോമീറ്റർ കിട്ടും. ആര് പറഞ്ഞു? 17 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പെട്രോളിന്. 1.5 ലിറ്റർ അടിച്ചിട്ടല്ലേ? ആന്നല്ല, 1 ലിറ്റർ തന്നെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നോവയാണ് KL 53 വാഹനം. ഇത് ആണോ? ആണ്, പറഞ്ഞോളൂ. 2007 പിന്നെ G4 ആണ്. ഫ്രണ്ട് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. ടൈപ്പ് 4ലേക്ക് മാറ്റിയതാണ്. എന്നിട്ടും ഗ്ലാസ് മാറിയില്ല. എന്നിട്ട് മാറിയില്ല. എന്നിട്ട് മാറിയില്ല അല്ലേ? സിംഗിൾ ചാവി, 2 റിമോട്ട്, 2 റിമോട്ട്, സബ് സെറ്റ്, LCD എല്ലാം ഉണ്ട്. ടയർ പുതിയ ടയറുകളാണ് ഫുള്ള്. എന്തൊക്കെ കൊണ്ടേന്. 27 നവംബർ വരെ പേപ്പർ ഉണ്ട്. എന്തൊക്കെയുണ്ട്? എന്തായാലും ഫ്രണ്ട് വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് വർക്ക് എടുത്താൽ പിന്നെ ടൈപ്പ് 4 ആക്കിയില്ലേ? ടൈപ്പ് 4 ആക്കി. അപ്പൊ എന്തായാലും വർക്ക് സാധനമൊക്കെ മാറുമല്ലോ. അല്ല, അത് മാറി. എന്നാലും ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട്. എടുക്കുന്നവർക്ക് ലാഭമായി. പിന്നെ വിലയോ തുച്ഛം. അല്ല, പേപ്പർ 27 നവംബർ വരെ ഉണ്ട്. 27 വരെ ഉണ്ട്. നവംബർ വരെ ഉണ്ട്. നവംബർ പറഞ്ഞാൽ 10-11 മാസം ഉണ്ട്. സമ്മതിച്ചു പറഞ്ഞോളൂ. പിന്നെ വില 3.10. 3,10,000 രൂപ. 2027 വരെ പേപ്പറുള്ള. ലോണും വേണമെങ്കിൽ 2 ലാഖ് ലോണും കൊടുക്കാം. കിട്ടും. കേരളത്തിൽ എവിടെയും ചെയ്ത് കൊടുക്കാം. ഓക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം. ഇന്നോവയാണ് എടുക്കുള്ള ആളുകളെ. അതെ, അത്രയും അതാണ്. ഓക്കെ, ടാറ്റ ഇൻഡിഗോ. ഇൻഡിഗോന്റെ സഡാൻ ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. എന്താ സംഭവം? ഇത് ടാറ്റ വണ്ടി കുറച്ചല്ല കാണട്ടെ. ടാറ്റ വണ്ടി കച്ചവടം തുടങ്ങിയ ആളല്ലേ, നമ്മൾ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും. ഈ സാധനം വെക്കണം, അതിനെ മറന്നിട്ടൊരു കളിയില്ല. ഇല്ല. ഓക്കെ, ഇൻഡിഗോ അങ്ങനെ സൈഡിൽ നിന്ന് വരെ കമന്റാ. രാവിലെ വേറെ കാര്യം പറഞ്ഞത് കേട്ടതും വേറെ ലെവല്ല. സൈഡിൽ നിന്ന് വരെ കമന്റ് വരും അത്. ഓക്കെ, അപ്പൊ ഇത് 2009. ടാക്സ് ഇപ്പോൾ 29 വരെ എടുത്തു. റിന്യൂവൽ നമ്മൾ ചെയ്ത് കൊടുക്കും, ടൈം ആകുന്നുള്ളൂ. പിന്നെ AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ. എല്ലാം വർക്കിംഗ് അല്ലേ? ഈ 3 വണ്ടി ഒരേ ഓപ്ഷനാണ്. ഇത് 11 ആണ് 85. അത് ആണ് 70 രൂപ. ഇത് 2009 പുതിയ പേപ്പറിൽ 75,000 രൂപ പുതിയ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. റേറ്റ് കുറച്ച് ചോദിക്കുന്നത്, ലാസ്റ്റ് റേറ്റ് ആണെന്നൊക്കെ പറയുന്നത്. ഫൈനൽ റേറ്റ് കേട്ടോ. നമ്മൾ പറഞ്ഞ 29 പേപ്പർ എടുത്തിട്ടാണ് 75 രൂപ. അതെ, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒന്നും നോക്കാനില്ല. 5 വർഷത്തേക്കുള്ള ഫുൾ പേപ്പർ. എല്ലാ വണ്ടി AC വർക്കിംഗ് ആണ്. ഓക്കെ, അത് ഫുൾ ഓപ്ഷൻ വണ്ടികളാണ്. അന്നത്തെ AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ.
പിന്നെ സെറ്റ് ഉള്ളുണ്ട്, സെൻട്രൽ ലോക്ക് ഉള്ളുണ്ട്, ഒക്കെ വർക്കിംഗ് ഉള്ളുണ്ട്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വർക്ക് ചെയ്യാത്തുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ പറയാനുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് ഇൻഡിഗോ CS എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പോളിച്ച് നടക്കാണ്, നല്ല വണ്ടിയാണെന്നാണ് പറഞ്ഞത്, ഒരു പ്രശ്നമില്ല. വരുൺ എന്നാണ് ആളുടെ പേര്, കോഴിക്കോട് കല്ലാച്ചിയിലാണ്. മൂപ്പര് വേറെ സ്ഥലത്തുനിന്ന് എടുത്താണ്, ഇവിടുന്നല്ല വേറെ ഇടുന്ന എടുത്താണ്. പക്ഷെ നല്ല വണ്ടിയാന്ന് അങ്ങനെയല്ല, വണ്ടിയെ പറ്റി പറയുന്നല്ലേ, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അത്രയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ അവസാനത്തെ വണ്ടികൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, മൊത്തം കാണിക്കാൻ പറ്റില്ല, എല്ലാം കാണിക്കാൻ പറ്റില്ല. 10-15 വണ്ടിയിലേ കാണിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ മതി, എല്ലാം കിട്ടും. പല ടൈപ്പ് സെഗ്മെന്റ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ട ന്യൂ മോഡൽ എല്ലാം ഉണ്ട്. ഈ ആഴ്ച ഒരുപാട് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്, നാളെ മറ്റന്നാളായിട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വാട്സപ്പിൽ ആഡാവും, എല്ലാം ആഡാവും. അപ്പൊ അടിപൊളിയാവട്ടെ എന്തായാലും. ഓക്കെ, അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ട് കഴിയണത് വാട്സപ്പ് കോൾ ഒഴിവാക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലാണ് കാറ്റലോഗിന്റെ ലിങ്ക് ഇതിന്റെ കോൾ ചെയ്യുന്നുണ്ട്. നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് വാട്സപ്പ് കോൾ കറക്റ്റ് കണക്ട് ആകാൻ കിട്ടുന്നില്ല. അപ്പൊ സാധാ കോൾ ചെയ്താൽ മതി കേട്ടോ. പ്രവാസികളായിരിക്കും പ്രവാസികൾ പിന്നെ വാട്സപ്പ് കോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇവിടുന്ന് ആൾക്കാർ തൊട്ടടുത്ത് വാട്സപ്പ് ചെയ്യുമ്പോൾ ഇവർക്കും ബുദ്ധിമുട്ടാവാണ്, ഹാങ് ആവണം. അതൊന്ന് ശ്രദ്ധിക്കുക, നോർമൽ കോൾ ചെയ്യുക ഇവിടെ ഉള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ലൈക്ക് വരട്ടെ, ഷെയർ പോട്ടെ അല്ലേ, കമന്റ്സ് വരട്ടെ, ഇങ്ങോട്ട് വരി, ഒന്ന് കൈ തന്നോട്ടെ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ബൈ, എല്ലാവിധ താങ്ക് യു.